ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കുറേ നല്ല ഫോൺ കോൾ വന്ന ദിവസമായിരുന്നു. കാരണം എൻ്റെ മാധ്യമ ജീവിതത്തിൽ ഇത്രയും നല്ല കോൾസ് വന്ന ദിവസം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഒരു 10-20 കോൾസാണത്, ഒരു നല്ല രീതിയിൽ. അതിനിടയിൽ മറ്റൊരു കോളും കൂടി വന്നു. കോള് അറ്റൻഡ് ചെയ്തപ്പോഴാണ് അത് എന്നെ തെറി പറഞ്ഞുകൊണ്ട് കോളാണെന്ന് മനസ്സിലായത്. അയാൾ പേര് പറഞ്ഞു. എനിക്ക് അയാൾ ഇഷ്ടം തോന്നി. അയാൾ പേര് പറഞ്ഞ്, പക്ഷെ ഞാൻ അയാളുടെ പേര് പറയുന്നില്ല. അയാൾ പേര് പറഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങൾ വലിയ കൊമ്പത്തെ മാധ്യമ പ്രവർത്തകനൊക്കെ ഒന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും, ചുമ്മാണ്. നിങ്ങൾ സത്യസന്ധനായൊരു മാധ്യമ പ്രവർത്തകനായിരുന്നെങ്കിൽ നിങ്ങൾ ദിലീപിനെ കുറിച്ച് എഴുതിയതിൻ്റെ ഒരു 10 അംശമെങ്കിലും നിങ്ങൾ സിദ്ദിഖിനെ കുറിച്ച് എഴുതുമായിരുന്നു. സിദ്ദിഖിന് ഇത്രയും പരസ്യമായി, ഇത്രയും, അതായത് ജനയുഗം പോലുള്ള പത്രം എഡിറ്റോറിയൽ എഴുതുന്നു, പത്രങ്ങൾ എഴുതുന്നു. അവിടുന്ന് പോലും നിങ്ങൾ അതിൻ്റെ മര്യാദ പോലും നിങ്ങളിവിടെ കാണിച്ചിട്ടില്ല. നിങ്ങൾ സിദ്ദിഖിനെ വെള്ള പൂശുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ സൂപ്പർ സ്റ്റാർ നിങ്ങളെ വിളിച്ചു പറഞ്ഞോ എന്നാണ് ചോദിച്ചത്. ഞാനിത് അയാളോട് എന്ത് മറുപടി പറയാനാണ്? അയാളോട് മറുപടി പറയുന്നത് അയാൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഞാൻ വീഡിയോയിൽ കൂടി തന്നെ ഞങ്ങൾ പറയുകയാണെന്നായിരിക്കും. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കാനോ ശിക്ഷിക്കാനോ ഉള്ള അവകാശമോ അധികാരവും ഇല്ല. സത്യത്തിൻ്റെ ഭാഗത്തെ ഇതുവരെ നിന്നിട്ടുള്ളൂ, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. സിദ്ദിഖിനോട് പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. സിദ്ദിഖ് ഒരു നല്ല നടനാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല, അത്രമാത്രം. അദ്ദേഹത്തിൻ്റെ മറ്റു സ്വഭാവത്തിലെ വിശേഷങ്ങളിലേക്കോ ഒന്നിലേക്ക് ഞാൻ പോകുന്നില്ല. സിദ്ദിഖിൻ്റെ സ്വത്തിനെക്കുറിച്ചോ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചോ മറ്റു ബന്ധങ്ങളെക്കുറിച്ചോ ഇതൊന്നും അറിയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ ദിലീപ് കേസ് വന്നപ്പോൾ ദിലീപിൻ്റെ കേസിൽ വേറൊരു രീതിയിലുള്ള തരത്തിലുള്ള കേസായിരുന്നു. അതിനെക്കുറിച്ച് ചർച്ചകളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അത് വാർത്തകൾ വന്നു. അത് ദിലീപിനോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം ഉള്ളത് കൊണ്ടല്ല. ഞാൻ മാത്രമല്ലല്ലോ, ഈ രാജ്യത്തെ മിക്ക പ്രസിദ്ധീകരണങ്ങളും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്ന ആലോചിക്കണം. ദിലീപിൻ്റെ കൂടെ നിന്നവർ പോലും വാർത്തകൾ തന്ന ഒരവസരമായി ആലോചിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നിങ്ങളൊരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. പിന്നെ സിദ്ദിഖിൻ്റെ പ്രശ്നം ആലോചിക്കുക. നമ്മളെന്താ ആലോചിക്കുന്നത്? സിദ്ദിഖിൻ്റെ ഈ വാർത്ത വന്നു. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ സിദ്ദിഖിൻ്റെ കാര്യം പറഞ്ഞില്ലേ, വേറൊരു കാര്യം കൂടി അറിയണം. സിദ്ദിഖിൻ്റെ വാർത്ത വരും. ഇവിടെ മാധ്യമ പ്രവർത്തകരെ ഭരണാധികാരികൾക്കും മറ്റും പുച്ഛമാണ്. എന്താ പറയുക, അവരെ കയ്യും കാലും പിടിക്കണം, തൊഴണം, അവരെ ചൊറിഞ്ഞ് രസിപ്പിക്കണം, അവരൊക്കെ ചെയ്യുന്നൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകരെ പലർക്കും ഇഷ്ടമല്ല എന്നാലോചിക്കണം. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമല്ല. അത് അറിയാലോ. ഇന്ന് പോലും ഒരു മന്ത്രി പറഞ്ഞിരിക്കുന്നു, മാധ്യമപ്രവർത്തകർ അവർക്കൊരു പക്ഷമാണ്, അവർ വേറെ പക്ഷത്താണ്. ശരിയാണ്. ഞാനപ്പോൾ തന്നെ ഞാനൊരു മെസ്സേജ് ഇട്ടു, മാധ്യമ പ്രവർത്തകർക്ക് പക്ഷമുണ്ട്, അത് ശരിയുടെ പക്ഷമാണെന്ന് ഇട്ടിരിക്കുന്നത് ആലോചിക്കണം. അതിന് കുറേ കാര്യം നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. മാധ്യമ പ്രവർത്തകൻ ചെറുതോ വലുതോ ആകട്ടെ, ഇവിടെ ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ സുഹൃത്ത് യൂട്യൂബർ ഉണ്ട് ഇവിടെ എന്ന് ആലോചിക്കണം. ആ യൂട്യൂബർ ചെയ്ത് തെറ്റോ ശരിയോ എന്നുള്ള വേറെ കാര്യം. ഈ അടുത്ത കാലത്ത് വയനാടിലുണ്ടായ ദുരന്തത്തിൽ നമ്മൾ മോഹൻലാൽ പട്ടാള വേഷം, ലഫ്റ്റനന്റ് കേണലിൻ്റെ വേഷത്തിൽ വന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു വിമർശനം എഴുതി എന്നാലോചിക്കണം. വിമർശനം തെറ്റാകാം, ശരിയാകാം, അത് അതിൻ്റെ വഴിക്ക് വിടുന്നു. അതിൽ ഞാൻ ചെകുത്താനെ ന്യായീകരിക്കുന്നില്ല, മോഹൻലാലിനെ കുറിച്ച് പറയുന്നില്ല. അത് നിയമമാണ്, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. അതിന് ഈ ചെകുത്താനെതിരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചതും പരാതി കൊടുത്തതും സിദ്ദിഖാണെന്ന് ആലോചിക്കണം. അന്ന് സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണെന്ന് ആലോചിക്കണം. ഇനി ചെകുത്താനെ അറസ്റ്റ് ചെയ്തു എന്താ കണ്ടത്? അറസ്റ്റ് ജയിലിൽ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് മറ്റു പലർക്കും കൊടുത്തില്ലേ? അത്രയും ഗുരുതരമായ കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇനി കുറ്റം ചെയ്താൽ പോലും ഇവിടെ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. വേറെ ആരെ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ന് ആലോചിക്കണം. ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞാൽ മുമ്പ് എങ്ങനെയാണ്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നക്സലൈറ്റായ അജിതയുടെ കൈപ്പത്തി ചോരയിൽ മുക്കി ചുമരിൽ പതിച്ചു എന്ന് വ്യാജ്യത ഉണ്ടാക്കിയെന്നാലോചിക്കണം. അത് അജിതയുടെ കൈപ്പത്യമായിരുന്നില്ല. അത്രയും നികൃഷ്ടമായ കാര്യങ്ങൾ ഒരു വിഭാഗം കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെകുത്താൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. ഇപ്പോൾ സിദ്ദിഖ് അതിന് ശേഷം എന്താ, ഇത്രയും ക്രിമിനൽ കുറ്റം ചെയ്തു, ഹൈക്കോടതി പറഞ്ഞു കുറ്റം ചെയ്തിരിക്കുന്നു, ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിച്ചു, ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു, ഏതു സമയത്തും അറസ്റ്റ് ചെയ്ത് ജയിലിടാം. ഈ സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായിട്ട്
പോലീസിൻ്റെ മൂക്കിന് താഴെ സഞ്ചരിച്ചിട്ട് പോലും അറസ്റ്റ് ചെയ്യുവാനോ ചോദ്യം ചെയ്യാനോ ഉണ്ടായിട്ടില്ല. എന്താ കാരണം? അപ്പോൾ നമ്മൾ ഈ ഒരു മാധ്യമ പ്രവർത്തനം പറഞ്ഞ് ചെകുത്താനോട് കാണിച്ച നീതി എവിടെയാണ്? ദിലീപിൻ്റെ കാര്യത്തിൽ പോകുന്നില്ല, ദിലീപ് പലരുടെ കാര്യം പോകുന്നില്ല. ആ സിദ്ദിഖ് ഇവിടെ ബലസ്യ നടക്കുകയാണെന്ന് ആലോചിക്കണം. അത് വെറുതെ നടക്കാൻ പറ്റുമോ? ആരുടെ ശക്തരായ ആരുടെ പിന്തുണ ഇല്ലാതെ നടക്കാം? നിങ്ങൾ ചോദിച്ചില്ലേ എന്താ സൂപ്പർ സ്റ്റാർ പറഞ്ഞിട്ടാണോ ഞാൻ സിദ്ദിഖിനെ കുറിച്ച് കൂടുതൽ എഴുതാത്തതെന്നുള്ളത്? ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അടിമയല്ല ഞാൻ, ഒരാളുടെ അടിമയല്ല എന്നാലോചിക്കണം. ഇന്നേ വരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. എന്നെ ആരും വിളിക്കാറില്ല. വിളിച്ചാലും ഇന്ന് കിട്ടും. എൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. പിന്നെ ഇത് എങ്ങനെ, അതായത് നമ്മുടെയൊക്കെ മൂക്കിന് താഴെ വിലസി നടക്കുകയാണ് ഈ ലുക്കൗട്ട് നോട്ടീസ് പതിച്ച നടക്കുന്ന സിദ്ദിഖ് നായകൻ. ആരാണ് സിദ്ദിഖിനെ സംരക്ഷിക്കുന്നത്? ആരാണ് സംരക്ഷിക്കുന്നത്? ഇവിടെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കൂടി, എഴുത്തുകാരൻ കൂടിയായ, ഒരു ഇൻ്റർനാഷണൽ ഫിഗറായ, MP ആയ ആരാണ് പറഞ്ഞതെന്താ? മുകേഷിൻ്റെ കാര്യത്തിൽ പറഞ്ഞ മുകേഷ് ഇത്ര എത്തിയിട്ട് പോലും രാജി വെക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയാൻ കാരണമുണ്ടെന്താ? അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച കേസിൽ MP ആയിരിക്കുമ്പോൾ പോലും ഇങ്ങനെ രാജി വെക്കണമെന്ന് പറഞ്ഞിട്ട് പോലും രാജി വെച്ചിട്ടില്ല. ആരാണെന്നാ? ശശി തരൂർ സാർ MP ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും വിവരദോഷം പറയേണ്ട ആവശ്യമുണ്ടോ? അത് നിയമത്തിൻ്റെ വഴിക്ക് വിടുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആരാണ് സിദ്ദിഖിനെ സംരക്ഷിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. ഭരണകൂടമുണ്ട്, ഭരണകൂടത്തിന് വേണ്ടപ്പെട്ടവരുണ്ട്, സിനിമയിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവരുണ്ട്. അതിലൊരുത്തൻ ചോദിച്ചിരുന്നു സൂപ്പർ സ്റ്റാറുകളില്ലേ എന്നുള്ളത്. എനിക്കറിയില്ല, ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് ഞാൻ പറയില്ല. ശരിക്കും സ്വാധീന ശക്തികൾ ഉണ്ടെന്ന് ആലോചിക്കണം. ഇന്നത്തെ ജനകീയം പത്രം നിങ്ങൾ എടുത്ത് നോക്കൂ. ജനകീയം പത്രം വളരെ സത്യസന്ധമായി ഈ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അമർഷത്തോടൊരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. CPIയുടെ പത്രമായതുകൊണ്ട് പറയുന്നതല്ല, വേറൊരു പത്രവും ചെയ്തിട്ടില്ല എന്നാലോചിക്കണം. അതായത് അത് കയറൂരി വിട്ടിരിക്കുന്നു. സിദ്ദിഖ് പോകുന്നു ചൂണ്ടിക്കാണിച്ചാൽ പോലും പോലീസ് കണ്ണടച്ചിട്ട് എവിടെയെന്ന് ചോദിക്കുന്നു. ആ അവസ്ഥ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ സുപ്രീം കോടതി പോയിരിക്കുക. അവിടെയും ക്ലോസ് വെച്ചിട്ടുണ്ട്. എന്താ സുപ്രീം കോടതി പോയി പറഞ്ഞിരിക്കുന്നത്? എന്താ ഹൈക്കോടതിക്ക് തെറ്റുപറ്റി. ഇവിടുത്തെ അമ്മാ സംഘടനയിലെയും WCC സംഘടനയുണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ട് എന്നെ കരുവാക്കി എന്ന് പറഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി ചോദിച്ചാ അതുമാത്രമാണോ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിരപരാധിയാണ്, ഹൈക്കോടതി വേണ്ടതിൽ കൈകാര്യം ചെയ്തിട്ടില്ല എന്നൊക്കെ പോയിരിക്കുന്നത്. അതുമാത്രമല്ല, അടുത്ത തിങ്കളാഴ്ചയാണ് ഈ കേസ് എടുക്കാൻ പാടുള്ളൂ എന്ന്. അതെന്താ ചുരുക്കം? എന്താ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം. അപ്പോൾ തിങ്കൾ എന്ന് പറയുന്നത് ഇന്ന് വ്യാഴം, വെള്ളി, ശനി, ഞായർ 5 ഇങ്ങനെ ഇത്ര ദിവസം കിട്ടി. ആ ദിവസം വിലസി നടക്കാം, എന്തും ചെയ്യാം. അതിനിടയിൽ ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയേക്കാം, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വാദിക്കുന്ന അവരുടെ രീതി അനുസരിച്ചിരിക്കും. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത്രയും ഉറപ്പ് കിട്ടണമെങ്കിൽ ഇവിടെ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരുന്നത് വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായ, ലിഖിതമായ അല്ലെങ്കിൽ വാക്കാലുള്ള തീരുമാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടപ്പാക്കുകയായിരിക്കാം. അത് മുകളിൽ നിന്ന് ഓൺ ദ ടോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കാം. അവരെ ഗവൺമെൻറ് സ്വാധീനിക്കപ്പെടുന്ന ശക്തികൾ സിനിമാ രംഗത്തുണ്ടായിരിക്കാം. ആര് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരു കാര്യം ഞാൻ പറയാം, ഒരു സൂപ്പർ സ്റ്റാർ ഇതിൻ്റെ പുറകിലുണ്ട്. ആ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാണെന്ന് ആലോചിക്കണം, ഞാനല്ല. നമുക്കും അറിയാവുന്ന ആൾക്കാരുണ്ടെന്ന് ആലോചിക്കണം. അവർ സഹായിച്ചിട്ടുണ്ട്, അതിൽ സംശയവുമില്ല.